SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് SCERT പുതിയ ടെക്സ്റ്റിലെ 4ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമ്പത്തും സമൂഹവും എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓൾറെഡി മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തു. ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തത്. സെക്കൻഡ് ചാപ്റ്റർ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററും 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് കാണാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന് വേണ്ടിയിട്ട് HSC സോഷ്യൽ സയൻസ് ആവട്ടെ, KTT സോഷ്യൽ സയൻസ് ആവട്ടെ, മറ്റ് PSC എക്സാമുകളാവട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും പുതിയ ടെക്സ്റ്റാണ്. ഒരുപാട് കണ്ടൻറ്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പഴയ ടെക്സ്റ്റിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ പുതിയ ടെക്സ്റ്റിനുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ KTT സോഷ്യൽ സയൻസിൻ്റെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. HSCൻ്റെ ക്ലാസ്സുകൾ KTT സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ വിത്ത് സൈക്കോളജി, ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. HSC സോഷ്യൽ സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. HSC എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ മെർക്കൻറ്റലിസം എന്നൊരു പറയുന്ന ഭാഗം മുതലാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പലരും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ നമ്മുടെ ചാനലിന് വേണ്ടി ചെയ്യുന്ന ഒരേ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്തൊരു വീഡിയോ ഇടാനുള്ള നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്നത് പോലും നിങ്ങളുടെ ഈ ലൈക്കുകളും കമൻറ്റുകളുമാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മെർക്കൻറ്റലിസം 1499 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് മാനുവൽ രാജാവും രാജ്യസഭയും മികച്ച സ്വീകരണം നൽകുന്ന വേളയിൽ രാജ്യസഭയിലെ ഒരംഗമായ വിമിയോസോ പ്രഭു വാസ്കോഡ ഗാമയോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചരക്കുകൾ ലഭിക്കും? പകരം ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്? കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി, കുന്തിരിക്കം, കസ്തൂരി എന്നിവ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമെന്നും സ്വർണം, വെള്ളി, വെൽവെറ്റ്, സ്കാർലറ്റ്, തുണി എന്നിവയാണ് പകരം ഇന്ത്യക്കാർക്ക് വേണ്ടതെന്നും വാസ്കോഡ ഗാമ മറുപടി പറഞ്ഞു. തുടർന്ന് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയെങ്കിൽ അവർ നമ്മളെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. CR ബോക്സർ, പോർച്ചുഗീസ് കോൺക്വസ്റ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ സൗത്ത് ഏഷ്യ 1500 to 1750 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയിലാണ് CR ബോക്സർ പോർച്ചുഗീസ് കോൺക്വസ്റ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ സദേൺ ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ ആ ടെക്സ്റ്റിൻ്റെ പേരും എഴുത്തുകാരൻ്റെ പേരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയം സ്വർണവും വെള്ളിയും നേടുക എന്നതായിരുന്നു. സ്വർണവും വെള്ളിയും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരുമെന്ന് വാസ്കോഡ ഗാമയിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പ്രഭു ഇത്തരത്തിൽ പ്രതികരിച്ചത്. അപ്പം എന്തുകൊണ്ടാണ് പ്രഭു അങ്ങനെ പ്രതികരിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യക്കാർക്ക് വെള്ളിയും സ്വർണവുമാണ് ആവശ്യമെന്ന് പറഞ്ഞപ്പോഴാണ് പ്രഭു ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത്. വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയം മെർക്കൻറ്റലിസം എന്നറിയപ്പെട്ടു. അപ്പോൾ എന്താണ് മെർക്കൻറ്റലിസം എന്നാണ് പറയുന്നത്? വ്യാപാരത്തിലൂടെ സ്വർണവും വെള്ളിയും നേടുക എന്നതിന് പ്രാധാന്യം നൽകുന്ന അക്കാലത്തെ സാമ്പത്തിക നയത്തിനെയാണ് മെർക്കൻറ്റലിസം എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എക്സാമിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. എന്താണ് മെർക്കൻറ്റലിസം എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ തരാം. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ നയപ്രകാരം ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിൻ്റെ സമ്പത്തിനെ നിർണ്ണയിക്കുന്നത്. അപ്പം ഇത് പ്രകാരം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് അളക്കുന്നത് അവരുടെ കയ്യിൽ എത്രത്തോളം വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കളക്ഷൻ ഉണ്ട് എന്നത് ബേസ് ചെയ്തിട്ടാണ്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും രൂപത്തിൽ സമ്പത്ത് ശേഖരിക്കാൻ ഉത്സാഹിച്ചു. തങ്ങളുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇറക്കുമതി കുറച്ചിട്ട് കയറ്റുമതി വർദ്ധിപ്പിച്ചു. കയറ്റുമതി വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ കൂടുതൽ സ്വർണവും വെള്ളിയും ഇങ്ങോട്ട് കിട്ടും. അപ്പം അതിനു വേണ്ടിയിട്ട് ഇവർ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് തങ്ങളുടെ കൈവശമുള്ള സമ്പത്ത് അഥവാ സ്വർണവും വെള്ളിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് ആർജിക്കാനും കഴിയുമെന്നതാണ് മെർക്കൻറ്റലിസ്റ്റ് നയത്തിൻ്റെ സവിശേഷത.
ഇവിടെ ചെറിയൊരു ബോക്സിൽ ബുള്ളിയൻ നാണയം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് എന്ന നിലയ്ക്ക് ശേഖരിച്ച സ്വർണം, വെള്ളി എന്നീ വിലപിടിപ്പുള്ള ലോഹങ്ങൾ ബുള്ളിയൻ എന്ന് വിളിക്കപ്പെട്ടു. അപ്പം ഈ ശേഖരിച്ച നാണയങ്ങളായിട്ടുള്ള സ്വർണവും വെള്ളിയെയുമാണ് എന്ത് വിളിക്കുന്നത്? ബുള്ളിയൻ എന്ന് വിളിക്കുന്നത്. ബുള്ളിയൻ നാണയത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളുടെ അളവും അതിൻ്റെ മൂല്യവുമാണ് വിനിമയത്തിന് പരിഗണിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്വർണ്ണ നാണയത്തിലെ സ്വർണത്തിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുന്നതാണ് ബുള്ളിയൻ സമ്പ്രദായം. ആ ഒരു സ്വർണ്ണ നാണയത്തിൽ എത്രത്തോളം സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അംശമുണ്ട്, അളവുണ്ട് എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ മൂല്യം അതിൻ്റെ വിനിമയ മൂല്യമായി പരിഗണിക്കുമ്പോഴാണ് അതിനെയാണ് ബുള്ളിയൻ സമ്പ്രദായം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൊളോണിയൽ നയങ്ങൾ. കോളനികളിൽ നിന്ന് പരമാവധി സമ്പത്ത് തങ്ങളുടെ രാജ്യങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധീശ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന നയങ്ങളെയും തന്ത്രങ്ങളെയുമാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കൊളോണിയൽ നയങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കീഴടക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ സമ്പത്ത് ശേഖരിക്കുക എന്നുള്ള ആ ഒരു നയത്തിനെയാണ് കൊളോണിയൽ നയങ്ങൾ എന്ന് പറയുന്നത്. ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരത്തുക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ നയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ ആ ഒരു സമയത്ത് ഏഷ്യയിൽ പ്രധാനമായിട്ടും വ്യാപാര കുത്തക ഉണ്ടായിരുന്നത് ആരുടെ കയ്യിലായിരുന്നു? അറബികളുമായിട്ടാണ് ഈ ഏഷ്യൻ രാജ്യങ്ങൾക്ക് അന്ന് കച്ചവട ബന്ധം ഉണ്ടായിരുന്നത്. അപ്പോൾ ഏഷ്യയിലെ സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാര കുത്തക അറബികളിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം. ഈ നയപ്രകാരം കോളനികളിലെ വ്യാപാരം പോർച്ചുഗീസ് രാജാവിൻ്റെ കുത്തകയായി മാറി. മറ്റ് യൂറോപ്യൻ ശക്തികളെ ഈ വ്യാപാരത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും ആര് ശ്രമിച്ചു? പോർച്ചുഗീസുകാർ ശ്രമിച്ചു. ഇക്കാരണത്താൽ പോർച്ചുഗീസുകാരല്ലാത്ത യൂറോപ്യരെ പോർച്ചുഗീസ് കപ്പലുകളിൽ യാത്ര ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല. സ്പെയിനും തങ്ങളുടെ കോളനികളെ രാജാവിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാക്കി. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും സ്പെയിനിലേക്ക് പരമാവധി എത്തിക്കാൻ അവർ ശ്രമിച്ചു. അമേരിക്കയിൽ നിന്നുള്ള സ്വർണവും വെള്ളിയും എവിടെ എത്തിക്കാൻ ശ്രമിച്ചു? സ്പെയിനിലേക്ക്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. അപ്പോൾ എന്താണ് ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് നമുക്ക് ആദ്യം നോക്കാം. മൂലധനത്തിൻ്റെ ഏകീകരണത്തിന്, യൂണിയൻ ഓഫ് ക്യാപിറ്റലിന് പ്രാധാന്യം നൽകി രൂപീകരിക്കുന്നവയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ. എന്തിന്? മൂലധനത്തിൻ്റെ ഏകീകരണത്തിന് വേണ്ടിയിട്ട്. ഇവ വിവിധ സ്രോതസ്സുകളിൽ നിന്നും മൂലധനം ഏകീകരിക്കുകയും നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുകയും ചെയ്യുന്നു. അതായത് ഒരു ഷെയറിങ് പോലെ കുറേ ആളുകളിൽ നിന്ന് പണം സമ്പാദിച്ചിട്ട്, പണം മീൻസ് നമ്മൾ പറയുന്ന ഈ മൂലധനം സമ്പാദിച്ചിട്ട് അത് നിക്ഷേപിക്കുക. അപ്പം അങ്ങനെ മൂലധനത്തിനെ ഏകീകരിച്ച് കൊണ്ടുവരിക, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മൊത്തത്തിൽ നിക്ഷേപിക്കുക എന്നുള്ള ആ ഒരു ഷെയറിങ് രൂപത്തിലുള്ള ഒന്ന്. അപ്പം ഇങ്ങനെ സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഓരോ നിക്ഷേപകർക്കും അതിൽ നിന്ന് എന്ത് കൊടുക്കും? ഷെയർ അല്ലെങ്കിൽ അവരുടെ ഓഹരി ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെയാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാരും എവിടെ കച്ചവടം ആരംഭിച്ചത്? ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ആരംഭിച്ചിട്ട്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വഴിയാണ് വ്യാപാരം നടത്തിയിരുന്നത്. എന്നാൽ പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ കോളനികളുമായുള്ള വ്യാപാരം രാജാക്കന്മാർ നേരിട്ടാണ് നടത്തിയിരുന്നത്. രാജാക്കന്മാർ വ്യാപാരത്തിലൂടെ കൈവരിച്ച സാമ്പത്തിക ലാഭം കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നതിനും മോടി പിടിപ്പിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു. കമ്പനികളാവട്ടെ അവർ സ്വന്തമാക്കിയ ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിച്ച് കൂടുതൽ വരുമാനം നേടി. ഇത് ഇംഗ്ലണ്ടിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ പറയുന്നത്. ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വഴിയാണെങ്കിൽ പോർച്ചുഗലും സ്പെയിനും രാജാക്കന്മാർ നേരിട്ടാണ്. സോ സമ്പത്ത് മുഴുവൻ ലഭിക്കുന്നത് ആർക്കായിരിക്കും? രാജാവിനായിരിക്കും. അത് വെച്ചിട്ട് അവർ കൊട്ടാരങ്ങൾ മോടി പിടിപ്പിക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അതേസമയം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എന്ത് ചെയ്യും? കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് കൂടുതൽ വ്യാപാരം ചെയ്ത് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തിരുന്നത്. നെക്സ്റ്റ്, കോളനി വൽക്കരണവും തദ്ദേശീയ ജനതയും. കപ്പലിലെത്തിയ ഞാൻ കണ്ടത് ഒന്നിച്ച് ചങ്ങലക്കിടപ്പെട്ട ദുരവസ്ഥയും ദുഃഖവും മാത്രം പ്രതിഫലിക്കുന്ന മുഖഭാവമുള്ള ഒട്ടേറെ കറുത്ത വർഗ്ഗക്കാരെയാണ്. ഡെക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മൂക്കിൽ ജീവിതത്തിലെ ഏറ്റവും രൂക്ഷഗന്ധം അടിച്ചു കയറി.
തന്മൂലം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ മരിക്കാൻ ആശിച്ചു പോയ എന്നെ ഒരു വെള്ളക്കാരൻ മലർത്തി കിടത്തി കാലുകൾ ബന്ധിച്ചു. മറ്റൊരാൾ എന്നെ ഭീകരമായി ചാട്ടയടിച്ചു. ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുമിച്ച് വിലങ്ങ് വയ്ക്കപ്പെട്ട 2 പേർ ഈ ദുരിത ജീവിതത്തേക്കാൾ മരണം തിരഞ്ഞെടുത്ത് കടലിലേക്ക് എടുത്തു ചാടി. രോഗം മൂലം ചങ്ങലയില്ലാതിരുന്ന മറ്റൊരാൾ പിന്നാലെ ചാടി. അവരെ അനുഗമിക്കാൻ ആശിച്ച ഒട്ടേറെ പേർക്ക് അതിന് കഴിയാതിരുന്നത് കപ്പലധികാരികൾ തടഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആദ്യത്തെ 2 പേർ മുങ്ങി മരിച്ചു. മൂന്നാമനെ പിടികൂടിയ അധികാരികൾ മരണം ആശിച്ചതിൻ്റെ പേരിൽ അവനെ ചാട്ടയടിക്ക് വിധേയനാക്കി. വെസ്റ്റേൺ സിവിലൈസേഷൻ ബിയോണ്ട് ബൗണ്ടറീസ്, നോബിൾ സ്ട്രാറ്റസ്, ഒഷീം, ന്യൂഷെൽ, അക്കാംബോ, റോബർട്ട്സ്, കോഹൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെസ്റ്റേൺ സിവിലൈസേഷൻ ബിയോണ്ട് ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യൂറോപ്യൻ അടിമക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒലൗദ ഇക്കിയാനോ എന്ന ആഫ്രിക്കൻ സ്വദേശിയുടെ വിവരണമാണ് നിങ്ങൾ വായിച്ചത്. യൂറോപ്യരുടെ കോളനിവൽക്കരണം തദ്ദേശീയ ജനതയുടെ മേൽ സൃഷ്ടിച്ച അനന്തര ഫലങ്ങളിലൊന്നാണ് ആഫ്രിക്കയിലെ അടിമത്തവും അടിമ വ്യാപാരവും. കോളനിവൽക്കരണത്തിൻ്റെ മറ്റ് ഫലങ്ങൾ: ഒന്ന്, അപ്പോൾ ഒരു ഫലം എന്താണ്? അടിമത്തവും അടിമ വ്യാപാരവും. 2, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കോളനികളുടെ സമ്പത്തൊഴുകി തദ്ദേശീയർക്ക് തങ്ങളുടെ പ്രദേശങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു. കാരണം ഈ വന്ന് കീഴടക്കിയ ഈ പ്രദേശങ്ങൾക്കായി എല്ലാത്തിനും, അല്ലെങ്കിൽ ഇവർക്കായി എല്ലാത്തിനുള്ള അധികാരം, രാഷ്ട്രീയ അധികാരമാവട്ടെ സാമ്പത്തിക അധികാരമാവട്ടെ, തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു. കോളനികളിലെ തദ്ദേശീയ സംസ്കാരങ്ങൾ തകർച്ച നേരിട്ടു. കോളനികളിൽ പാശ്ചാത്യ ജീവിത രീതികളുടെ വ്യാപനമുണ്ടായി. അതായത് കോളനികളിൽ ആ ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു ജീവിത രീതി ഫോളോ ചെയ്യാൻ തുടങ്ങി. ക്രിസ്തുമതം കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റാണ്. ക്രിസ്തുമതം, ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നെക്സ്റ്റ്, പുതുലോകം, മാറുന്ന സാമ്പത്തിക ക്രമങ്ങൾ. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തല്ലോ. വ്യാപാര രംഗത്ത് നേരത്തെ മുതൽ പ്രവർത്തിച്ചിരുന്നവർ ഇതോടെ അതിസമ്പന്നരായി മാറി. ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെ കച്ചവട മുതലാളിത്തം, മെർച്ചന്റ് ക്യാപിറ്റലിസം എന്ന് വിളിച്ചു. അപ്പോൾ എന്താണ് മെർച്ചന്റ് ക്യാപിറ്റലിസം? വ്യാപാര രംഗത്ത് ആദ്യം മുതലേ വ്യാപാരം നടത്തിയിരുന്ന ആളുകളുണ്ട്. ഇവർ അതിസമ്പന്നരായി മാറി. അപ്പോൾ ഇവരെ കച്ചവട മുതലാളിമാർ എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമ്പദ് വ്യവസ്ഥയെയാണ് കച്ചവട മുതലാളിത്തം എന്ന് വിളിച്ചിരുന്നത്. കച്ചവട മുതലാളിമാർ ഗ്രാമീണ മേഖലയിൽ താമസിച്ചിരുന്ന കൈത്തൊഴിലുകാർക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുകയും കൈത്തൊഴിലുകാർ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഉൽപ്പാദനം നടത്തുകയും ചെയ്തു. കൈത്തൊഴിലുകാർക്ക് അവരുടെ സേവനത്തിന് പ്രതിഫലം നൽകിയ ശേഷം ഇവരെന്ത് ചെയ്യും? ഈ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിറ്റഴിച്ച് ലാഭം നേടുകയും ചെയ്തു. ഇത്തരത്തിൽ ഉൽപ്പാദകരുടെയും ഉപഭോക്താക്കളുടെയും ഇടയിലെ മധ്യവർത്തികളായിട്ട് ആര് മാറി? കച്ചവട മുതലാളിമാർ മാറി. അവർ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. അവർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് തന്നെ കൊടുക്കുന്നു. ചെറിയൊരു വരുമാനം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ടുള്ള കൂലി മാത്രം അവർക്ക് കൊടുത്തിട്ട് ഇവർ ലാഭത്തിന് ഇത് പുറത്തു കൊണ്ടുപോയി വിൽക്കുന്നു. കോളനിവൽക്കരണത്തിലൂടെ നേടിയ സമ്പത്ത് ഉപയോഗിച്ച് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? വ്യവസായശാലകൾ ആരംഭിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു വ്യവസായശാലകൾ ഇംഗ്ലണ്ടിലെ വ്യവസായവൽക്കരണത്തിൽ ഒരു പ്രധാന പങ്ക് ഇങ്ങനെ കിട്ടുന്ന സമ്പത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നെന്ന്. ഇങ്ങനെ സമ്പത്ത് നിക്ഷേപിച്ചവർ വ്യവസായശാലകളുടെ ഉടമസ്ഥരാവുകയും വൻതോതിൽ ലാഭം നേടുകയും ചെയ്തു. ഇതോടെ കച്ചവട മുതലാളിത്തം എന്തിനു കാരണമായി? വ്യാവസായിക മുതലാളിത്തത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട മുതലാളിത്തം ഒരു മുതലാളിത്ത വ്യവസ്ഥ നമ്മൾ പറഞ്ഞത് കച്ചവടക്കാർ ഉയർന്നു വന്നാണ്. അപ്പോൾ അതിനെയാണ് കച്ചവട മുതലാളിത്തം എന്ന് പറഞ്ഞത്. ഈ കച്ചവട മുതലാളിത്തത്തിലൂടെ കിട്ടുന്ന സമ്പത്ത് ഇവർ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി വ്യവസായത്തിൽ നിക്ഷേപിച്ചു. അങ്ങനെ വ്യവസായവൽക്കരണം ഉണ്ടായി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വ്യാവസായിക മുതലാളിത്തം അഥവാ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. ഇവിടെ ചെറിയൊരു പട്ടിക, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. സ്പെയിൻകാരനായ ഹെർനാൻ കോർട്ടസും സംഘവും മെക്സിക്കോയിലെ, അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മെക്സിക്കോയിലെ ആസ്റ്റക്കുകളുടെ തലസ്ഥാനമായ ടെനോസ്റ്റിലാനിൽ എത്തിയപ്പോഴുള്ള രംഗമാണിത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. എന്താണ്? ആസ്റ്റക്ക്. മെക്സിക്കോയിലെ പ്രധാനപ്പെട്ട ഒരു സിവിലൈസേഷനാണ് ആസ്റ്റക്ക് സിവിലൈസേഷൻ, മായൻ സിവിലൈസേഷൻ, ഇൻക സിവിലൈസേഷൻ. ഇത് മൂന്നും മെക്സിക്കോയിലെ സിവിലൈസേഷൻസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആസ്റ്റക്ക് സിവിലൈസേഷനെ കുറിച്ചാണ്. ഈ ഒരു
ആസ്റ്റക്കുകളുടെ തലസ്ഥാനമായിട്ടുള്ള ടെനോസ്റ്റിലാൻ. അപ്പോൾ ഏതായിരുന്നു ആസ്റ്റക്കുകളുടെ തലസ്ഥാനം? ടെനോസ്റ്റിലാൻ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെനോക്റ്റിലാൻ അല്ലെങ്കിൽ ടെനോസ്റ്റിലാൻ ആരുടെ ക്യാപിറ്റലാണ്? ആസ്റ്റക്കുകളുടെ ക്യാപിറ്റലാണ്. തദ്ദേശീയർ അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുന്നു. ചിത്രത്തിൽ ഹെർനാൻ കോർട്ടസിന് സമീപം നിൽക്കുന്ന തദ്ദേശവാസിയായ ഡോണ മരീനി ആയിരുന്നു ദിബാഷി. ഇത്തരം ദിബാഷികളുടെ സഹായത്തോടെയാണ് യൂറോപ്യർ തദ്ദേശീയരുമായി സംവദിച്ചിരുന്നത്. ദിബാഷി എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്റർ. ഇവർ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, അവർ പറയുന്നത് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതിനെയാണ് ദിബാഷി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം വ്യാവസായിക മുതലാളിത്തം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വ്യാവസായിക വിപ്ലവത്തിലേക്ക്, ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ യുദ്ധത്തിൻ്റെ അഗ്നിക്ക് വഴിമാറുന്ന വേളയിൽ ചാനലിനപ്പുറത്ത്, അതായത് ഇംഗ്ലീഷ് ചാനൽ, പകൽ സൂര്യനെ തടഞ്ഞുകൊണ്ടും രാത്രി ആകാശത്തെ ഭാസുരമാക്കിക്കൊണ്ടും ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലെ ചിമ്മിനികളിൽ നിന്ന് തീയും പുകയും ഉയർന്നു തുടങ്ങി. ഇംഗ്ലണ്ടിലെ ഒരു ഇരുമ്പ് വ്യവസായശാലയുടെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന ഫാക്ടറികളെക്കുറിച്ചുള്ള സൂചനയാണ് മുകളിൽ തന്നത്. ഈ ഫാക്ടറികൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വൻതോതിൽ ഉൽപ്പാദനം നടത്തി. ഉൽപ്പാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും 1850-നും ഇടയിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ ഇത്തരം മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വ്യാവസായിക വിപ്ലവം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. വ്യാവസായിക രംഗത്ത് കൈത്തൊഴിലിന് പകരം എന്തുപയോഗിക്കാൻ തുടങ്ങി? മെഷീൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ വ്യാവസായിക രംഗത്ത് മെഷീൻസ് ഉപയോഗിച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. പൊതുവെ 1750-ന് ശേഷമാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. ആദ്യം വ്യാവസായിക വിപ്ലവം ഉണ്ടായത് എവിടെയാണ്? ബ്രിട്ടനിലായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലായിരുന്നു. ഉൽപ്പാദന മേഖലയിലേക്കുള്ള യന്ത്രങ്ങളുടെ കടന്നുവരവ് നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 1780-നും 1850-നും ഇടയിൽ ഉൽപ്പാദന രംഗത്തുണ്ടായ ഈ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്, അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇതിൻ്റെ ആരംഭം തുണി ഉൽപ്പാദന മേഖലയിലായിരുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് ആദ്യം വ്യാവസായിക വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. തുണി ഉൽപ്പാദന മേഖലയിലാണ്. അപ്പം ഏത് രാജ്യത്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. +1 നമുക്കിത് പഠിക്കാനുണ്ട്. വ്യാവസായിക വിപ്ലവം എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് തന്നെ പഠിക്കാനുണ്ട് വ്യാവസായിക വിപ്ലവത്തിനെ കുറിച്ച്. കൂടുതൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്താണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ? ഉൽപ്പാദനം യന്ത്രാധിഷ്ഠിതമായി, ഞാൻ പറഞ്ഞു മെഷീൻ മെയ്ഡ് പ്രൊഡക്റ്റായി മാറി. മെച്ചപ്പെട്ട ഇരുമ്പുരുക്ക് സാങ്കേതിക വിദ്യ വികസിക്കുകയും തൽഫലമായി മികച്ച ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അയൺ ഇൻഡസ്ട്രി വലുതായി. അപ്പോൾ അയൺ ഇൻഡസ്ട്രി വികസിച്ചപ്പോൾ കൂടുതൽ ഇരുമ്പിൻ്റെ ഉപകരണങ്ങളും മെഷീൻസും ഉണ്ടാക്കാൻ തുടങ്ങി. ഊർജ്ജ സ്രോതസ്സായിട്ട് ആവി ഉപയോഗിച്ചു. ഗതാഗത സൗകര്യങ്ങൾ വികസിച്ചു. ഉൽപ്പാദനം കുടിലുകളിൽ നിന്നും എങ്ങോട്ട് മാറി? ഫാക്ടറി ബേസ് ചെയ്തിട്ടുള്ള ഉൽപ്പാദനം ആയി മാറി. നെക്സ്റ്റ് ഇവിടെ ചെറിയൊരു കോളം കൊടുത്തിട്ടുണ്ട്. അഗ്രേറിയൻ റവല്യൂഷൻ അഥവാ കാർഷിക വിപ്ലവത്തെക്കുറിച്ചൊരു നോട്ട് കൊടുത്തിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് കാർഷിക വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത്. എന്തിനായിരുന്നു? 17-ാം നൂറ്റാണ്ടിൽ, ആ നൂറ്റാണ്ട് ശ്രദ്ധിക്കണേ, 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാർഷിക രംഗത്തുണ്ടായ വലിയ മാറ്റത്തിനെ കാണിക്കാനാണ് ഈ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. കാർഷിക വിപ്ലവവുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാന മാറ്റങ്ങൾ എന്തായിരുന്നു? ചെറിയ കൃഷിയിടങ്ങളെ കൂട്ടിച്ചേർത്ത് വലിയ കൃഷിയിടങ്ങളാക്കി വേലി കെട്ടി സംരക്ഷിച്ചിട്ട് അവിടെയാണ് കൃഷി ചെയ്തത്. വിളമാറ്റ കൃഷി ആരംഭിച്ചു. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും. ഒരു 6 മാസം ഒരു വിള കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ 6 മാസം വേറൊരു വിള ആ ഒരു ഭൂമിയിൽ കൃഷി ചെയ്യുന്ന രീതി, വിളമാറ്റ കൃഷി ആരംഭിച്ചു. പുതിയ കാർഷികോപകരണങ്ങളുടെ ഉപയോഗം, അയൺ മെയ്ഡ് ടൂൾസ് ഉപയോഗിച്ചു. ഇങ്ങനെ കാര്യമായിട്ടുള്ള ഒരു വർധനവ് കാർഷിക ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഇതിനെ കാർഷിക വിപ്ലവം എന്ന് വിളിച്ചിട്ടുള്ളത്. ഇനി
വ്യാവസായിക വിപ്ലവം മനുഷ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്കതിനെ 2 ടോപ്പിക്കായിട്ട് പറയാൻ സാധിക്കും. കുറേ നേട്ടങ്ങളുണ്ട്, അതേസമയം കുറേ കോട്ടങ്ങളും ഉണ്ട് വ്യാവസായിക വിപ്ലവത്തിന്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ വലിയൊരു നേട്ടം, അതിൻ്റെ ഒരു ചാർട്ട് തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ഫാക്ടറികളുണ്ടായി, നിരവധി ഫാക്ടറികളുണ്ടായി, ഉൽപാദനം വർദ്ധിച്ചു, പുതിയ തൊഴിലവസരങ്ങളുണ്ടായി, നഗരങ്ങൾ ഉയർന്നു വന്നു, നഗരജീവിതം വികസിച്ചു, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുണ്ടായി. ഇതെല്ലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. അതേസമയം കോട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി, ദാരിദ്ര്യം, പകർച്ചവ്യാധികളുണ്ടായി, കുറേ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. മെഷീൻ മെയ്ഡ് ആയതുകൊണ്ട് 1000 ആൾ എടുക്കുന്ന പണി ഒരു 2-3 മെഷീൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുമ്പോൾ അത്രയും ആളുകളുടെ തൊഴിൽ അവിടെ നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം, പകർച്ചവ്യാധി ഉണ്ടായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദൈർഘ്യമേറിയ തൊഴിൽ സമയവും കുറഞ്ഞ വേതനവും കൊടുത്തു. ചേരികൾ വർദ്ധിച്ചു വന്നു. ചേരികളുടെ ഉദയം, തിരക്കേറിയതും ശുചിത്വമില്ലാത്തതുമായ നഗരങ്ങൾ, നമ്മൾ പറഞ്ഞു നഗരജീവിതം ഉണ്ടായി. അപ്പോൾ കൂടുതൽ ആളുകൾ നഗരങ്ങളിലേക്ക് തിങ്ങിപ്പാർത്തു. സോ അവിടെ വൃത്തിയില്ലാത്തൊരു അറ്റ്മോസ്ഫിയറായി മാറി. നഗരങ്ങളിൽ തൊഴിലാളികൾക്ക് ദുരിത ജീവിതം. ഇതെല്ലാമാണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ കോട്ടങ്ങൾ അഥവാ ദോഷങ്ങളായിട്ട് പറയുന്നത്. ഇനി സെൻറ്റ് ഗിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ നഗരത്തിലെ സെൻറ്റ് ഗിൽസ് ചേരിയിലെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. വെടിപ്പാക്കപ്പെടാത്ത കുട്ടികൾ, നീണ്ട് ചീകി ഒതുക്കാത്ത മുടിയുള്ള, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളെടുത്ത പുകവലിക്കുന്ന, ഏറെയും അയർലൻഡിൽ നിന്ന് വന്ന ക്ഷീണിച്ച് അവശരായ പുരുഷന്മാർ, ഷൂവും കാലുറയും ഇല്ലാത്ത, മിക്കവാറും ഒരു കുഞ്ഞിനെ മാറത്തു ചേർത്തിട്ടുള്ള, അരയോട് ചേർത്ത് ഒരു വള്ളി കൊണ്ട് കെട്ടിയ ഒറ്റയെടുപ്പ് മാത്രമിട്ട സ്ത്രീകൾ, ചെന്നായ്ക്കളെ പോലെയുള്ള നായ്ക്കൾ, ചീഞ്ഞ പച്ചക്കറികൾ ചിതറിക്കിടക്കുന്ന നടപ്പാതകൾ, ഉയരം കുറഞ്ഞ വീടുകൾ, തെരുവിന് കുറുകെ തൂക്കിയിട്ടിരിക്കുന്ന ലിനൻ, ജോലിക്കിടയിൽ സ്തംഭിച്ചു പോയ ജനത, ഷൂട്ടിംഗ് ജാക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലും പാളികൾ ചാരിയും മുറ്റവും പാതയും തടസ്സപ്പെടുത്തി വിശ്രമിക്കുന്നവർ, അവർക്ക് ചുറ്റും ഉറക്കമൊഴിഞ്ഞിട്ടെന്നോണം തളർന്നു അവശരായ ബാലന്മാർ, ബഹുജനങ്ങളും അവരുടെ ജീവനോപാധികളും തമ്മിലുള്ള ബന്ധം മുമ്പൊരിക്കലും ഇത്രക്ക് മോശമായിരുന്നില്ല. ആ ഒരു വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആ ഒരു സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടങ്ങൾ കാണിക്കുന്ന ഒരു ചിത്രമായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. നെക്സ്റ്റ്, വ്യവസായവൽക്കരണത്തിൻ്റെ കോട്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. വ്യാവസായിക മുതലാളിത്ത ചൂഷണത്തിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു. ഇതിൽ സുപ്രധാനമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വ്യവസായവൽക്കരണത്തിൻ്റെ കോട്ടങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരാശയമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. വിഭവങ്ങളുടെ നീതിയുക്തമായ വിതരണവും ഉൽപാദനോപാധികളുടെ പൊതു ഉടമസ്ഥതയുമായിരുന്നു സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ കേന്ദ്രബിന്ദു. അപ്പോൾ എന്തായിരുന്നു സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ പ്രധാന ഐഡിയ എന്ന് പറയുന്നത്? വിഭവങ്ങൾ, റിസോഴ്സസ് എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപാദന ഉപാധികൾ അല്ലെങ്കിൽ ഈ മെഷീൻസ് ആയാലും മറ്റ് നമ്മൾ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പൊതു ഉടമസ്ഥത, അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരിക്കുക എന്നുള്ളതുമായിരുന്നു പ്രധാന ആശയം. ആദ്യകാലത്ത് ഒരു സങ്കല്പമോ സ്വപ്നമോ ആയിരുന്ന സോഷ്യലിസത്തെ പ്രായോഗികവും ശാസ്ത്രീയവുമായ ഒരു പ്രത്യയശാസ്ത്രമാക്കി മാറ്റിയത് കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നാണ്. അപ്പോൾ സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ പ്രധാനമായിട്ടും ആരൊക്കെയായിരുന്നു? കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസുമാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ കാൾ മാർക്സിൻ്റെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു ഏത്? ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന, മൂലധനം എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? കാൾ മാർക്സിൻ്റേതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. സാമ്രാജ്യത്വം. ബ്രിട്ടീഷ് ആക്ഷേപഹാസ്യ മാസികയായ പഞ്ച് 1906 പ്രസിദ്ധീകരിച്ച കാർട്ടൂണാണിത്. ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ റബ്ബർ ചുരുളുകളായി ബെൽജിയത്തിലെ ലിയോപോൾഡ് രാജാവ് ഒരു കോങ്കോ സ്വദേശി ചുറ്റിവരിയുന്നതാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യമായിരുന്ന ബെൽജിയം ആഫ്രിക്കയിലെ കോങ്കോയിൽ ആരംഭിച്ച റബ്ബർ കൃഷി അവിടുത്തുകാരെ എങ്ങനെ ബാധിച്ചു എന്നാണ് ഈ ഒരു ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്.
വ്യവസായശാലകളിൽ ഉൽപാദനം വർദ്ധിച്ചതോടെ ഇവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ പൂർണ്ണമായും വ്യാവസായിക രാജ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയാതെ വന്നു. നമ്മൾ പറഞ്ഞു ഒരുപാട് വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫാക്ടറികൾ വന്നു. ആ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവർക്ക് സാധനങ്ങൾ വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം. ഇപ്പോൾ ഇവരുടെ രാജ്യങ്ങൾ ഇംഗ്ലണ്ടും പോർച്ചുഗൽ, സ്പെയിൻ എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. സോ ഇവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടിയിട്ട്. തൽഫലമായി ബെൽജിയം പോലുള്ള വ്യാവസായിക രാജ്യങ്ങൾ കോളനികളെ തങ്ങൾക്ക് റബ്ബർ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ഉൽപാദനം പരമാവധി വർദ്ധിപ്പിച്ചും വേതനം കുറച്ചും ലാഭം നേടിയെടുക്കാൻ വ്യാവസായിക മുതലാളിമാർ ശ്രമിച്ചു. വേതനത്തിലെ കുറവ് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറച്ചു. തന്മൂലം ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ വിറ്റഴിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ വ്യാവസായിക രാഷ്ട്രങ്ങൾ വിപണികൾക്കായി അന്വേഷണം ആരംഭിച്ചു. കോളനികളിലാണ് അവർ ഈ വിപണികൾ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ കോളനികളെ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകൾ, വിപണികളുമാക്കി യൂറോപ്യന്മാർ മാറ്റി. ഇതിനായി അവിടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു. പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ ഒരു അധികാരം കൂടെ അവർ ഇതിനു വേണ്ടിയിട്ട് കീഴടക്കിയ പ്രദേശങ്ങൾ, കോളനികൾ സ്ഥാപിച്ചു. ഇതിനെയാണ് നമ്മൾ ഇതാണ് സാമ്രാജ്യത്വത്തിന് അഥവാ ഇമ്പീരിയലിസത്തിന് വഴി തെളിയിച്ചത്. അപ്പോൾ എന്താണ് സാമ്രാജ്യത്വം, എന്താണ് ഇമ്പീരിയലിസം? ഒരു രാജ്യം അതിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള മറ്റ് പ്രദേശങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അധീശത്വം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് നമ്മൾ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യയിൽ നിന്നും എത്രയോ അകലെയാണ് ബൗണ്ടറി വെച്ച് നോക്കുമ്പോൾ. സോ അങ്ങനെ ഒരു രാജ്യം കുറേ കാലത്തേക്ക് ഇന്ത്യയിലെ സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാ അധികാരവും ഇന്ത്യക്ക് മേലെ ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന് കീഴിലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കീഴടക്കുന്ന കോളനികളിൽ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള അധീശത്വം സ്ഥാപിക്കുന്നതിനെയാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തോടുകൂടി ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ വൻ സാമ്രാജ്യത്വ ശക്തികളായി മാറി. ലോകത്തിൻ്റെ വലിയൊരു ഭാഗം ഈ രണ്ട് ശക്തികളുടെ ആധിപത്യത്തിലായി തീർന്നു. ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഇംഗ്ലണ്ടും ഫ്രാൻസും. താമസിയാതെ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കായി ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അമേരിക്ക, ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഉയർന്നു വന്നു. ഈ പുതിയ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ കോളനികൾ വ്യാപിപ്പിക്കുവാൻ ശ്രമം ആരംഭിച്ചു. ഇത് പഴയ സാമ്രാജ്യത്വ ശക്തികളും പുതിയവരും തമ്മിലുള്ള കിടമത്സരത്തിലേക്ക് നയിച്ചു. ഇത് 20-ാം നൂറ്റാണ്ടിലെ ലോക ചരിത്രത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുകയും പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പം ഇനി അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാ ചാപ്റ്റേഴ്സും 1 മുതൽ 4 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.